കുളത്തൂപ്പുഴ പട്ടണത്തോട് ചേർന്ന് 16 ഏക്കർ പ്രദേശത്ത് വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ. 16 ഏക്കർ ശ്രീനിലയം വീട്ടിൽ താമസിക്കുന്ന വിനായക് എന്നയാളാണ് കടുവയെ കണ്ടതായി വ്യക്തമാക്കിയത്. പുലർച്ചെ 3 മണിയോടെ വിനായകന്റെ വീട്ടിലെ നായ നിർത്താതെ കുരയ്ക്കുകയും ശബ്ദം കേട്ട് കതക് തുറന്ന് പുറത്തിറങ്ങി ലൈറ്റ് അടിച്ചപ്പോൾ കടുവ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതായി കണ്ടതായും വിനായകൻ പറയുന്നു. ഇന്നലെ രാത്രി ഒരു 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ എണീച്ച് ഒരു സൗണ്ട് കേട്ട്. ഞാൻ വിചാരിച്ച് ഈ പട്ടി കുരയ്ക്കുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പാമ്പ് വന്നിട്ടാണ് അത് കിടന്ന് കുരയ്ക്കുന്നതെന്ന്. ഞാൻ അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് അയ്യത്തെന്തോ സൗണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കാട്ടുപോത്താണ്. ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കണ്ടില്ല. അപ്പോൾ വീണ്ടും പട്ടി അങ്ങോട്ട് പോന്നു, ഇങ്ങോട്ട് വരുന്നു, 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ ഞാൻ താഴോട്ട് ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് പുലിയുടെ മുഖമായിരുന്നു. വലിയ മുഖമുണ്ട്. മുഖം കണ്ടത് ഞാൻ തിരിച്ചു കയറി വന്നു. അപ്പോഴേ പേടിച്ച് അത് എന്നെ നോക്കി നിൽക്കുമായിരുന്നു. അതിപ്പോൾ കടിച്ചാന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് കയറി വന്നു. എങ്ങോട്ട് പോയെന്നൊന്നും ഞാൻ കണ്ടില്ല. എന്നിട്ട് അപ്പം തന്നെ പട്ടിയുടെ ബഹളമൊക്കെ കുറഞ്ഞ് ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അത് അതിൻ്റെ പാട്ടിന് പോയി. ഇങ്ങോട്ട് പോയെന്നൊന്നും ഒരു ഇതുമില്ല. തുടർന്ന് വനം വകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് അധികൃതർ പ്രദേശത്ത് പരിശോധന നടത്തി. കടുവയെ കണ്ടുവെന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട കാൽപ്പാടുകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും നിലവിൽ കടുവയാണെന്ന് പറയാൻ കഴിയില്ലെന്നും വനം വകുപ്പ് അധികൃതർ പറയുന്നു. റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കളംകുന്ന് സെക്ഷൻ സ്റ്റാഫുകളോടൊപ്പം ഉണ്ട്. ഇതുവരെ അവർ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കണ്ടില്ല എന്നല്ല പറയുന്നത്, അവർ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പരിശോധിച്ച് മറ്റ് പാടുകളോ പുലിയുടേതായ മറ്റ് ലക്ഷണങ്ങളോ ഒന്നും കാണുന്നില്ല. നമ്മൾ സ്റ്റാഫ് ഉൾപ്പെടെ നമ്മളെ വീണ്ടും ഇവിടെ വരുന്നതും പരിശോധിക്കുന്നതുമാണ്. പിന്നെ കണ്ടു കിട്ടുക എന്തെങ്കിലും എൻ്റെ തെളിവുകൾ വരികയാണെങ്കിൽ നമ്മൾ കൂട് വെക്കുക അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നിലവിൽ നമുക്കിപ്പോൾ കാണാത്തതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ മേളിൽ തന്നേക്കുന്ന നിർദ്ദേശവും. അതേസമയം കഴിഞ്ഞ മാസം കുളത്തൂപ്പുഴയിൽ 16 ഏക്കറിനോട് ചേർന്ന് കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞുവെങ്കിലും വനം വകുപ്പ് കാര്യമായി എടുത്തിരുന്നില്ല. പിന്നീട് 5 വയസ്സ് പ്രായമുള്ള പെൺകടുവയെ കല്ലടയാറ്റിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കടുവ ചത്തത് ആൺകടുവയുമായി ഉണ്ടായ സംഘട്ടനത്തെ തുടർന്നുള്ള പരിക്കുകൾ മൂലമാണെന്ന് വനം വകുപ്പ് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ ആൺകടുവയാണോ ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയതെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പ്രദേശത്ത് ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. കുളത്തൂപ്പുഴ ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയാണ് 16 ഏക്കർ പ്രദേശം. അംഗൻവാടി, കൃഷിഭവൻ, മൃഗാശുപത്രി തുടങ്ങി നിരവധി സ്ഥാപനങ്ങളും ധാരാളം കുടുംബങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.